Welcome to another session on contouring. So in the last class we have discussed the definition of contour line, contour interval, horizontal equivalent. Then we have discussed the characteristics of a contour line. All these things are covered, and today's class basically we will discuss about what are the different methods of contouring. കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? ബേസിക്കലി രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, രണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡ്. ബിഫോർ ദാറ്റ് ഐ വിൽ ഷോ യു കോണ്ടൂർ മാപ്പ് അഗെയിൻ. സോ കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു കോണ്ടൂർ മാപ്പ് അഗെയിൻ ഐ എം ഷോയിങ് ഹിയർ ജസ്റ്റ് ടു റിഫ്രഷ്. സോ all these lines are contour lines. The contour line means lines connecting points on the ground having same elevation. അപ്പോൾ ഈ കോണ്ടൂർ ലൈൻസിൻ്റെ പെക്യുലാരിറ്റീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇൻ ദിസ് ക്ലാസ് വി വിൽ ഡിസ്കസ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് എ കോണ്ടൂർ മാപ്പ്. അപ്പോൾ അതിൽ രണ്ട് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് contours to be located are directly traced out in the field by locating and making a number of points on each contour. These points are then surveyed and plotted on plan and the contours drawn through them. This method is the most accurate but very slow and tedious, as lot of time is wasted in searching points of the same elevation for a contour. This is suitable for small areas and where great accuracy is required. ഈ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ്, ലെവൽ ഇൻസ്ട്രുമെൻ്റ് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തതിന് ശേഷം സേ ഫോർ എക്സാമ്പിൾ ലെവൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇവിടെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് വി വിൽ പ്ലേസ് ദ സ്റ്റാഫ് ഓൺ എ പർട്ടിക്കുലർ പോയിന്റ് ഓൺ ദി ഗ്രൗണ്ട്. ഇതിൻ്റെ എലിവേഷൻ എത്രയാണെന്ന് നോക്കും, ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് എത്രയാണെന്ന് നോക്കും ലെവൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട്. ദെൻ വി വിൽ സെർച്ച് ഓൺ ദ ഗ്രൗണ്ട്. നമ്മൾ ഗ്രൗണ്ടിൽ വേറൊരു സെയിം എലിവേഷനുള്ള വേറെ പോയിന്റുകൾ കണ്ടുപിടിക്കും. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ലൈനിൽ വരുന്ന എല്ലാ പോയിന്റുകൾക്കും ഒരേ എലിവേഷൻ ആയിരിക്കും. അപ്പോൾ ഗ്രൗണ്ടിൽ ഒരേ എലിവേഷൻ വരുന്ന എല്ലാ പോയിന്റുകളെയും നമ്മൾ ലെവൽസ് എടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ പോയിന്റ് ഗ്രൗണ്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ടീഡിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഓരോ പോയിന്റിലേക്കും റീഡിംഗ് എടുക്കും. ഓരോ റീഡിങ്ങും എൻഷുർ ചെയ്യേണ്ടത് സെയിം ലെവൽസ് തന്നെയാണ് എന്നുള്ളതാണ്. സോ ആഫ്റ്റർ ദാറ്റ് അങ്ങനെ ഇനി അടുത്തൊരു ലെവൽ എടുക്കും. ഇത് സേ ഫോർ എക്സാമ്പിൾ 1000 എന്ന് പറയുന്ന എലിവേഷൻ്റെ ലൈൻ ആണെങ്കിൽ അടുത്തത് നമ്മൾ ഒരു 5 മീറ്റർ കുറയ്ക്കും, 995 എന്ന് പറയുന്ന ലൈൻ. അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും ഐഡൻറ്റിഫൈ ചെയ്ത് അവിടേക്ക് സ്റ്റാഫ് റീഡിങ്സ് എടുക്കുന്നു. ലാസ്റ്റ് നമുക്കിത് പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ വാട്ട് വി ഗെറ്റ് ഓൺ എ ഷീറ്റ് ഓഫ് പേപ്പർ വി ഗെറ്റ് ലോട്ട് ഓഫ് പോയിന്റ്സ് മാർക്ക്ഡ്. ഈ റെഡ് ഡോട്ടർ ലൈനിൽ ഇട്ടിരിക്കുന്ന ഡോട്ട്സ് ഇട്ടിരിക്കുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് മാപ്പിൽ കിട്ടും. ലൈൻസ് ഉണ്ടാവില്ല. ദെൻ വി വിൽ കണക്ട് ഓൾ ദീസ് പോയിന്റ്സ് using line. So this line is called actually contour line. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് മെത്തേഡ്, വെരി ടീഡിയസ്, വെരി ഡിഫിക്കൽട്ട് ടു എക്സിക്യൂട്ട് ഇൻ ദ സൈറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഓൾ ഓഫ് യു മേ റീഡ് ദിസ് പ്രൊസീജിയർ. യു ക്യാൻ സ്റ്റഡി ദിസ് പ്രൊസീജിയർ. Then ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് റേഡിയൽ ലൈൻസ് മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഡയറക്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് ബൈ റേഡിയൽ ലൈൻസ്. അത് ബേസിക്കലി വി വിൽ പ്ലേസ് അവർ ഇൻസ്ട്രുമെൻറ്റ്, ലെവൽ ഇൻസ്ട്രുമെൻറ്റ് അറ്റ് എ സർട്ടൻ പോയിന്റ്. ദെൻ വി വിൽ പുട്ട് റേഡിയൽ ലൈൻസ്. വി വിൽ ടേക്ക് റീഡിങ്സ് on a radial lines. Then we will connect the points having same elevation with the line that is called contour line.
ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കാനായിട്ട്. ഇൻ ദിസ് മെത്തേഡ് the points located and surveyed are not necessarily on the contour lines. കോണ്ടൂർ ലൈൻസിലുള്ള ലൈനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സിൻ്റെ എലിവേഷൻ അല്ല സൈറ്റിൽ പോയിട്ട് മെഷർമെൻ്റ് എടുക്കുക. ബട്ട് ദ സ്പോട്ട് ലെവൽസ് ആർ ടേക്കൺ. സ്പോട്ട് ലെവൽ മീൻസ് reduced level of a point on the surface of the ground is called spot level. ഏത് പോയിന്റ് ആയിക്കോട്ടെ അതിൻ്റെ റെഡ്യൂസ് ലെവലിനെ സ്പോട്ട് ലെവൽ എന്നാണ് പറയാം. So spot levels are taken along the series of lines laid over the area. For example, നമ്മൾ ഒരു ഗ്രൗണ്ടിൽ ചെല്ലുന്നു, അവിടെ നമ്മളൊരു സീരീസ് ഓഫ് ലൈൻസ് ആയി തന്നെ വരയ്ക്കുന്നു ഗ്രൗണ്ടിൽ. അത് ഒരു റെഗുലർ പാറ്റേണിലുള്ള ഒരു ലൈൻസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള രണ്ട് ഡയറക്ഷനിലും സ്ക്വയേഴ്സ് വരുന്ന രീതിയിൽ രണ്ട് ഡയറക്ഷനിൽ ലൈൻസ് വരയ്ക്കുന്നു. ദെൻ വി വിൽ ടേക്ക് ദ റീഡിങ്സ് ടു ഈച്ച് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ്. ഈ സ്ക്വയർ പോയിൻറ്റ്സിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും റെഡ്യൂസ് ലെവൽസ് നമ്മൾ എടുക്കുന്നു. സോ ഈ ലെവൽസ് എല്ലാനും സെയിം ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഡെഫിനറ്റ്ലി അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഗ്രൗണ്ടിൻ്റെ ടെറൈൻ അനുസരിച്ച്. ഈ റീഡിങ്സ് എല്ലാം എടുത്തതിന് ശേഷം ഈ റീഡിങ്സ് നോക്കിയിട്ട് ഇതിനിടയിലൂടെ ഏതാണോ കോണ്ടൂർ ലൈൻ വരുന്നത് എന്നതിനനുസരിച്ച് നമ്മൾ അത് മാനുവലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പറോടുകൂടി കോണ്ടൂർ ലൈൻസ് വരയ്ക്കുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ഇൻഡയറക്റ്റ് മെത്തേഡ്. നമ്മൾ ഡയറക്റ്റായിട്ട് സെയിം എലിവേഷനിലുള്ള പോയിന്റിലേക്കല്ല റീഡിങ് എടുക്കുന്നത്. ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു ലൈൻസ് ആദ്യം വരച്ചിട്ട് അതിലേക്കാണ് റീഡിങ്സ് എടുക്കുന്നത്. The spot levels of the several representative points representing hills, depression, ridge and valley lines and the changes in the slope all over the area to be contoured are also observed. Their positions are then plotted on the plan and the contours drawn by interpolation. കോണ്ടൂർ ലൈൻസ് ഇതിനകത്ത് വരയ്ക്കുന്നത് ഇൻ്റർപൊളേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. This method of contouring is also known as contouring by spot levels. So, indirect method of contouring is also known as contouring by spot levels. ഇതാണ് സാധാരണ എല്ലാ വർക്കിനും എംപ്ലോയ് ചെയ്യുന്നത്. For all kinds of surveys, as this is cheaper, quicker and less tedious. വളരെ സ്പീഡിൽ തീർക്കാൻ പറ്റും, വളരെ കോസ്റ്റ് കുറവാണ്, എക്സ്പെൻസ് കുറവാണ്, ലെസ് ടീഡിയസ് ആണ് കമ്പയർഡ് ടു ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന 3 മെത്തേഡുകൾ, കോണ്ടൂറിങ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബൈ സ്ക്വയേഴ്സ്. അതാണ് ഇപ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. പ്ലോട്ടിനെ ഹോൾ ഏരിയനെ ഡിവൈഡ് ഇൻ ടു സ്ക്വയേഴ്സ്. ബൈ സ്ക്വയേഴ്സ്. അപ്പോൾ ഇത് വായിച്ച് നോക്കാം. ഇതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബൈ ക്രോസ് സെക്ഷൻസ്. ഇത് റോഡ്, റെയിൽവേ, കനാൽ അങ്ങനെയുള്ള പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അതും നോക്കുക. ദെൻ തേർഡ് ബൈ ടാക്യോമെട്രിക് മെത്തേഡ്. അപ്പോൾ ഇതിൽ ടാക്യോമീറ്ററും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ 3 മെത്തേഡുകളാണുള്ളത്. ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ദ കമ്പാരിസൺ ബിറ്റ്വീൻ ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡയറക്റ്റ് മെത്തേഡ് ഈസ് മോസ്റ്റ് ആക്യുറേറ്റ് ബട്ട് ഈസ് വെരി സ്ലോ ആൻഡ് ടീഡിയസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്മോൾ ഏരിയാസ് വെയർ ഗ്രേറ്റ് accuracy is desired. It is not very useful when the ground is hilly. The calculation work of reducing the levels is comparatively more since the number of points in the command from one setup of the level is very less. Next we will discuss about interpolation of contours in the next class. Thank you.